യെസ്, ഷഫീദ പുതിയ പാർട്ടിസിപ്പന്റ് ആണ്. എന്തുണ്ട് ഷഫീദ, എവിടെയാണ് സ്ഥലം? ഞാൻ കണ്ണൂര് പയ്യന്നൂര്. പയ്യന്നൂര്. ഓക്കെ, ഗ്രേറ്റ്. എന്ത് ചെയ്യുന്നു ഷഫീദ? എന്ത് ചെയ്യണു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഹൗസ് വൈഫാണ്. ഓക്കെ, ഗ്രേറ്റ്. ഹായ് മനാൽ മാം, പെരുന്നാളൊക്കെ കഴിഞ്ഞ് സെറ്റിലായി? സെറ്റ് ആയിരുന്നോ? റജിയ, റെനിഫ, ഷെറീൻ വീഡിയോയിൽ വരൂ. സംഷിത, ഫെമിന, ഷാനിബ, ഫഹിമ, മുഹ്സിന, ഫാത്തിമ സൂറ, ജുബ്ന, നാഫിയ, നസീമ, എല്ലാരും വേഗത്തിൽ വീഡിയോയിൽ വരും. ഹാപ്പി മോർണിംഗ് മാം. ഹാപ്പി മോർണിംഗ്. ഷെമ മാമിനെ വിളിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവരും. ഇപ്പിങ്ങനെ അവിടെ നിന്ന് ഹാപ്പി മോർണിംഗ്. മക്കൾസ് ഒക്കെ വന്നില്ല, വിരുന്ന് പോയിട്ട്? വിരുന്ന് പോയിട്ട് വന്നിട്ടില്ല ആര് മോളാ? മോള്? വന്നിട്ട് അവള് കഴിഞ്ഞിട്ടില്ല. ഉണ്ണിക്കാരൻ കിട്ടേ കുട്ടി കരഞ്ഞിട്ടാ? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടിലില്ലാത്തൊരു പെട്ടെന്ന് വീട്ടിൽ വരട്ടെ, എല്ലാരും ഒന്ന് കാണട്ടെ. യെസ്, മൈമുന മാം, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. എവിടെ പോയി? വേഗം വരും. ട്രിപ്പൊക്കെ പോയോ പെരുന്നാക്ക്? എന്റെ വീട്ടില് പോയി. തന്ന വീട്ടില് പോയി. വേറെ ആരെങ്കിലും? ഫ്രണ്ട്സ് എവിടെ പോയി? ഞാൻ എന്റെ വീട്ടിലായിരുന്നു. എവിടെ വീട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയി 5 ദിവസം നിന്നു പോന്നു. ഇപ്പൊ വീട്ടില. ഞാൻ പഠിക്കായിരുന്നുണ്ടേ, ഇപ്പൊ ഇവിടെ നിക്കണ. കാക്കു ഇല്ല ഇവിടെ. നല്ല ഉഷാറായിരുന്നു. എല്ലായിടത്തും കൊറേ വീടുകളിലൊക്കെ പോയി, കുടുംബ വീട്ടിലൊക്കെ പോയി. ഉഷാറായിരുന്നു. ഓക്കെ, യെസ്, നമുക്ക് മെഡിറ്റേഷനിലേക്ക് മൂവ് ചെയ്യാം. അതിന് മുന്നേ എല്ലാരും ഒന്ന് നന്നായിട്ടൊന്ന് ചിരിക്കാൻ റെഡിയാവും. റെഡിയാണോ? ഓക്കെ, നമുക്ക് പൊട്ടിച്ചിരിക്കട്ടോ. മാക്സിമം നിങ്ങൾ അപ്പുറത്തൊന്നും ആരും ഇല്ലല്ലോ? കുട്ടികളൊക്കെ കുട്ടികളെ എടുത്ത് എടുത്തിരിക്കുന്നവരുണ്ടോ? പറ്റുമെങ്കിലൊന്ന് മാറിയിരിക്കാം. കുട്ടികള് നിസ്കരിച്ചിട്ടവിടെ കിടക്കുന്നുണ്ട്. ഉമ്മാക്ക് പ്രാന്തായിന്ന് വിചാരിക്കണ്ടേ. ഉമ്മ ഹാപ്പി ഹോർമോൺ കൂട്ടാൻ വേണ്ടി കയറിയതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി? മാക്സിമം ചിരിക്കാൻ റെഡിയാവാ. നിങ്ങളെ ഉള്ളിൽ നിന്ന് രാവിലെ തന്നെ മാക്സിമം നമുക്ക് ഈ ഹാപ്പി ഹോർമോൺസ് നിങ്ങൾ പുറത്തു കൊണ്ടുവരാം. ലീഡേഴ്സ്, CC ബാച്ച് ലീഡേഴ്സ് നിങ്ങളെ ഗ്രൂപ്പിലൊക്കെ മിസ് കോൾ പോയിട്ടുണ്ടോ എന്ന് കൺഫേം ആക്കുക. നിങ്ങളെ പാർട്ടിസിപ്പൻസ്, നിങ്ങളെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ ഒക്കെ വേഗം വെള്ളമൊഴിച്ച് കൊണ്ടുവരിക കേട്ടോ. ഓക്കെ, സംഷിത, ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാരും ഉണ്ടോ? മനാൽ മാമിന്റെ മെമ്പേഴ്സ് എല്ലാരും ഉണ്ടോ? മൂസിയുടെ മെമ്പേഴ്സ് ഉണ്ടോ? നാഫിയ, നിങ്ങളൊക്കെ പാർട്ടിസിപ്പൻസ് എല്ലാരും ഉണ്ടോ എന്ന് കൺഫേം ആക്കുക. സജിയ മാം, താങ്കളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഉണ്ടോന്ന് നോക്കുക. നിങ്ങളൊക്കെ എന്താണ് അങ്ങനെ ലീഡറായിട്ട്? ബാക്കിൽ ഇരുന്ന് കളിച്ചാ പോരാ സജിയ മാം, മുന്നിൽ വരി. ഓക്കെ, സെറ്റ്, റെഡി? അബിത, ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് മാം. ഹാപ്പി മോർണിംഗ് സംഷിത. ചെറുതായിട്ട് പനി. എന്താണ്? ചെറുതായിട്ട് പനിയും ജലദോഷത്തിലൊന്ന് പെട്ടു. ഇടക്കൊക്കെ നല്ലതാ, ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആവാൻ. വേണ്ടത്തൊക്കെ ഒന്ന് പോണമെന്നുണ്ടെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് അവസരങ്ങളൊക്കെ കൊടുക്കുക. മോർണിംഗ് മാം. ഹായ് അബിത, ഹാപ്പി മോർണിംഗ്. ജിബ്ന മാം എവിടെയാണ്? ജിബ്ന, പെട്ടെന്ന് വരി. നാഫിയ, നസീമ, ഫെമിന, മോസി, ഫാസ്റ്റ് പെട്ടെന്ന് വരില്ലേ? ഹായ് നാഫിയ.
മോനെ കുട്ടി എണീറ്റിട്ട് ഉറങ്ങണല്ലേ? കരയണം മാം. ആണോ? അതാ. ഓക്കെ. ആദില, ഹാപ്പി മോർണിംഗ്. ഓക്കെ. ഹാപ്പി മോർണിംഗ് മാം. ഹാപ്പി മോർണിംഗ്. നോമ്പൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ ഉറക്കത്തിലേക്ക് ഒരു മൂഡിലേക്ക് വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? രാവിലെ കുറച്ചേരം കൂടെ ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ട് ഒന്നൊരു അടി കൊടുക്കുക, ഒരു നുള്ളു കൊടുക്കുക, നിങ്ങളെ തന്നെ. എന്നിട്ട് പറയാ എന്താണ് കിടന്ന് ഉറങ്ങിയിട്ട്, കുറെ കാലം ഉറങ്ങിയില്ലേ, ഇനി ഇങ്ങനെ പോരാ, ഒരു മാറ്റമൊക്കെ വേണം. അതുകൊണ്ട് ആ ഒരു ദിവസങ്ങളൊക്കെ നോമ്പിൽ ഒരു മാസം നമ്മൾ എണീറ്റ ഒരു സമയമുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഇനി എണീക്കാം. ഇനിയിപ്പോ അത്ര നേരത്തെ എണീറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് 5 മണിക്കെങ്കിലും നിങ്ങൾക്ക് എണീക്കാൻ പറ്റിയ ഗ്രേറ്റ്. അതിലപ്പുറത്തേക്ക് ലേറ്റ് ആയിട്ട് പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമ്മളെ ടൈമിന് ഒരു ബർക്കത്ത് ഉണ്ടാവും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് നേരത്തെ എണീറ്റ് തുടങ്ങി കഴിഞ്ഞാൽ. അത് ശീലമുള്ളവർക്ക് അറിയാം. ആ ഒരു രാവിലത്തെ ശീലത്തിലൂടെ. മാം. എന്താ 5 മണിയല്ലേ സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്ന നോമ്പ് കഴിഞ്ഞാല്? ക്ലബ് 5 മണിക്കാണ്. പക്ഷെ നമ്മൾ ഈ പ്രേയറിന്റെ ടൈം ഇങ്ങോട്ട് വന്നത് കാരണമാണ് എങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ടൈം ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടേ. 6:30ന്റെ ഉള്ളിൽ ഇത് കഴിഞ്ഞാല് 6:15 വരെ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് പോവില്ല. 5 മണിക്കൂർ സമയം 6:15 സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ നിങ്ങൾ നേരത്തെ ജോയിൻ ആണ്. ഇപ്പൊ പലരും 5:50, 6 മണിക്കാണ് ജോയിൻ ആവുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് നമുക്ക്. കറക്റ്റ് നിങ്ങൾ 5:45 ജോയിൻ ആയി 5:50 മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ 6:15 നമ്മൾ വൈൻഡപ്പ് ചെയ്യും. റെഡിയാണോ അങ്ങനെ? ഓക്കെ. 5 മണിക്ക് പലരെയും വെള്ളം ഒഴിച്ച് കൊണ്ടുവരേണ്ട ഒരു എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് 5 മണിക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രയറിനനുസരിച്ച് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. പ്രയർ കഴിഞ്ഞ് നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് കയറി വരാമല്ലോ. പക്ഷെ 6:15 നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് 5:45 ജോയിൻ ആവാൻ വേണ്ടി ശ്രമിക്കുക. 5:50 മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇനി മുതൽ കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പോ ജസ്റ്റ് ഒന്ന് ഫണ്ണായിട്ട് നമുക്ക് നേരെ മെഡിറ്റേഷനിലേക്ക് മൂവ് ചെയ്യാം. കൈ നന്നായിട്ട് റബ്ബ് ചെയ്യാം. എന്നിട്ട് കൈ ഇങ്ങനെ വൈഡാക്കി പിടിച്ചിട്ട് ചിരിച്ചോളൂ. റെഡി? മാക്സിമം ചിരിക്കുക, പൊട്ടി ചിരിക്കുക. സഫീദ ചിരിച്ചോളൂ. ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ ABC 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 ചിരിച്ചോ? ചിരിക്കണം കേട്ടോ, ചിരിക്കാതെ പിടിച്ചു വെക്കണ്ട, ചിരിച്ചോളൂ. യെസ്, അങ്ങനെ തന്നെ മേമന വരട്ടെ. എല്ലാരും ചിരി കേൾക്കട്ടെ. നൂർജ മാം ഒന്ന് ചിരിച്ചേ. എല്ലാരും മൈക്ക് ഓൺ ചെയ്യും. എല്ലാരും മൈക്ക് ഓൺ ചെയ്യും. പൊട്ടിച്ചിരിക്കും. കുറെ കാലം മുന്നേ ചിരിച്ചായിരിക്കും അങ്ങനെയൊക്കെ പൊട്ടിച്ചിരിക്കട്ടെ. എല്ലാരും ഒരുമിച്ച് ചിരിച്ചു നോക്കിയേ. മൈക്ക് ഓൺ ചെയ്യും. എല്ലാരും മൈക്ക് ഓൺ ചെയ്യും. അടുത്തിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കോപ്രായ കെട്ടി കളിക്ക് ചിരിക്കില്ല പോലെ ഈ കൊരങ്ങനെ പോലെയൊക്കെ ഇങ്ങനെ മാന്തിട്ട് യെസ്, കുറച്ചൊക്കെ നല്ല ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയി. ഇനി നമുക്കൊരു ഹാപ്പി മോഡിൽ മെഡിറ്റേഷനിൽ കിടക്കാം. ക്ലോസ് യുവർ ഐസ് ആൻഡ് റിലാക്സ്. കൈകള് നിവർത്തി കാലിന് തൊടയിൽ വെക്കുക. കാൽപാദങ്ങൾ രണ്ടും തറയിൽ പതിപ്പിച്ച് വെക്കുക. വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ ഇരിക്കാം. ബാക്ക് സപ്പോർട്ട് വേണ്ടവർക്ക് ബാക്ക് സപ്പോർട്ട് എടുക്കാം. ഇരിക്കുന്ന സ്ഥലം എപ്പോഴും കംഫർട്ട് ആയിരിക്കുക. ഇരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മിസ് ആയിക്കും. അപ്പൊ അത് എപ്പോഴും മെഡിറ്റേഷനിൽ ശ്രദ്ധിക്കുക കേട്ടോ. And close your eyes.
സാവധാനം നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരാം. Take a deep breath. സഫീദ കൈകൾ ഓപ്പൺ ആക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആണ്. കാലിന്റെ തൊടയിൽ കൈ ഓപ്പൺ ആക്കിയിട്ട് വെക്കാം. മുകളിലേക്ക് ആക്കിയിട്ട് കൈ ഓപ്പൺ പോസ്റ്റർ. കൈവെള്ളം മുകളിലേക്ക് ആക്കിയിട്ട് പിടിക്കാം. ഓക്കെ. Take a deep breath. And slowly breathe out. Again, take a deep breath. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ച് സാവധാനം ശ്വാസം പുറത്തു. Again, take a deep breath. And slowly breathe out. ഒരു 10 ടൈംസ് ഇതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തും വിട്ടുകൊണ്ടിരിക്കാം. ഞാൻ കൗണ്ട് ചെയ്യാം. 1, ബ്രീത്ത് ഇൻ. 2, ബ്രീത്ത് ഔട്ട്. 3, ബ്രീത്ത് ഇൻ. 4, ബ്രീത്ത് ഔട്ട്. 5, ബ്രീത്ത് ഇൻ. 6, ബ്രീത്ത് ഔട്ട്. 7, ബ്രീത്ത് ഇൻ. 8, ബ്രീത്ത് ഔട്ട്. 9, ബ്രീത്ത് ഇൻ. 10, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ തല മുതൽ കാൽപാദം വരെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് റിലാക്സിങ് സ്റ്റേറ്റിലാണ് ഇപ്പോഴിരിക്കുന്നത്. ഉറക്കത്തിലേക്ക് പോകുന്നതിനുള്ളൊരവസ്ഥ, പൂർണ്ണമായൊരു റിലാക്സിങ് സ്റ്റേറ്റ്. ഈ ഒരു സ്റ്റേറ്റിലിരുന്ന് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. എൻ്റെ ശരീരം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എൻ്റെ ഈ ശരീരം, ഇത്രയും നല്ല ആരോഗ്യമുള്ള ഈ ശരീരം എനിക്ക് നൽകിയതിന് താങ്ക് യു സോ മച്ച്. ഞാൻ എടുക്കുന്ന ശ്വാസം, എന്നിലൂടൊഴുകുന്ന രക്തം, എൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സിനും താങ്ക് യു. എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ചുറ്റിനുള്ള ഓരോ വ്യക്തികൾ എനിക്ക് നൽകിയതിന്, എൻ്റെ വീട്, കിടക്കാനുള്ള സൗകര്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം, വസ്ത്രം എല്ലാം എനിക്ക് നൽകിയതിന് താങ്ക് യു. താങ്ക് യു ഫോർ എവറിത്തിങ്. ഈ മാതാപിതാക്കൾക്ക് ജനിക്കാൻ എനിക്ക് സാധിച്ചതിന്, ഇവരുടെ മകളായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഈ മക്കളുടെ ഉമ്മയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചതിന് താങ്ക് യു. ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം, സുന്ദരമായ ഈ കാഴ്ചകൾ കാണാനുള്ള ഭാഗ്യം, അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിന് താങ്ക് യു. എത്രയോ മനുഷ്യരുണ്ട്
ഈ നിമിഷത്തിലും ഒന്നും കാണാൻ പോലും കഴിയാതെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ പോലും പറ്റാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഇന്ന് എനിക്കിതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ഗ്രേറ്റ്. അൽഹംദുലില്ലാ. താങ്ക് യു. താങ്ക് ഗോഡ്. എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിന് ഒരുപാട് നന്ദി. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ഇപ്പോഴുള്ള നിങ്ങളുടെ സ്റ്റേറ്റ് എങ്ങനെയാണോ ആ സ്റ്റേറ്റിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ ബുദ്ധിമുട്ടുകളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, എന്തോ ആയിക്കോട്ടെ. ബട്ട് ആ സിറ്റുവേഷനെ, ആ ഉള്ള നിങ്ങളെ നിങ്ങളൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക. ഐ ലവ് മൈ സെൽഫ്, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ് ആൻഡ് ഐ ഫോർഗിവ് മൈ സെൽഫ്. ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയുക, ഐ ലവ് മൈ സെൽഫ്. കൈയൊന്ന് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചേ. കൈയൊന്ന് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പറയൂ, ഐ ലവ് മൈ സെൽഫ്, 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 ഐ ആക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ആക്സെപ്റ്റ് മൈ സെൽഫ്, ഐ ഫോർഗിവ് മൈ സെൽഫ്, ഐ ഫോർഗിവ് മൈ സെൽഫ്. എന്തൊക്കെ തെറ്റുകൾ ഞാൻ എന്നോട് ചെയ്യുന്നുണ്ട്, എത്രയോ കാരണങ്ങൾ കൊണ്ട് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ എന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മര്യാദക്ക് ഭക്ഷണം കഴിക്കാതെ, ശരിക്കും ഉറങ്ങാതെ, മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞാൻ എൻ്റെ ഉള്ളിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോറി ഡിയർ, സോറി. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടും നീ എൻ്റെ കൂടെ നിൽക്കുന്നതിന്, നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. ഇത്രയ്ക്ക് കട്ടക്ക് നീ എൻ്റെ കൂടെ നിൽക്കുന്നതിന് താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച് ഡിയർ. ഐ ലവ് മൈ സെൽഫ്. ഐ ലവ് മൈ സെൽഫ്. ഐ ലവ് മൈ സെൽഫ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് വിത്ത് എ ഫുൾ സ്മൈൽ. ഒരു പോസിറ്റീവ് സ്മൈലോടുകൂടെ നിങ്ങളൊരു ബ്രീത്ത് എടുത്തേ. ആ സ്മൈല് ബോഡിയിൽ നിറച്ചിട്ട് നിങ്ങളെ നന്നായിട്ടൊന്ന് ഹഗ് ചെയ്തേ. നിങ്ങളുടെ ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്മൈല് കയറിക്കൊണ്ട് നന്നായിട്ടൊന്ന് ഹഗ് ചെയ്യും. നിങ്ങളെ ചേർത്ത് പിടിക്കുക. എന്നിട്ട് പറ, ഐ ലവ് മൈ സെൽഫ്, ഐ ലവ് മൈ സെൽഫ് ഡിയർ, ഐ ലവ് യു ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഫീലിൽ ഇരുന്നിട്ട് നിങ്ങളുടെ അഡ്വാൻസ് ലെവലിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ്, നിങ്ങളാവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ തലം, നിങ്ങളെത്താൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഡ്രീം ലൈഫ്, അത് കണ്ട് നന്നായിട്ടൊന്ന് കാണുക. നിങ്ങളതിലിങ്ങനെ ജീവിക്കുക. ഈ ഹാപ്പിനെസ്സോടുകൂടെ ജീവിക്കുക. ആ സ്മൈലോടുകൂടെ നിങ്ങളതിൽ ജീവിക്കുക. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജോലി, അംഗീകാരങ്ങൾ, പ്രശംസകൾ എല്ലാം നന്നായിട്ട് നിങ്ങൾ കാണുക. താങ്ക് യു ഫോർ എവറിത്തിങ്. ആത്മാർത്ഥമായിട്ട് തന്നെ താങ്ക്സ് പറയാം. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു ഫീലിരുന്നിട്ട് അഫോർമേഷൻ കൊടുക്കാം. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, കൂടെ പറഞ്ഞോളൂ, എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ്, അംഗീകാരം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ്, അംഗീകാരം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അനുകൂലമായ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അവസരങ്ങൾ, ധനം, ആരോഗ്യം, അറിവ്, അംഗീകാരം എന്നിവ എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. Every day in every way I am getting better and better. Every day in every way I am getting better and better.
Every day, in every way, I am getting better and better. I'm very powerful. I'm very confident. I'm unique. നിങ്ങൾക്ക് കൊടുക്കാനുള്ള മറ്റ് അഫോമേഷൻസ്, മണി അഫോമേഷൻസ് ഒക്കെ നിങ്ങളുള്ളിലേക്ക് കൊടുക്കാം. CC പാർട്ടിസിപ്പൻസ് സ്പെഷ്യലി ആ മണി അഫോമേഷൻ നിങ്ങളുള്ളിലേക്ക് എടുക്കാം. ഈ ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കാം. Thank you for everything. Thank you so much. Take a deep breath with a full smile and positively. And slowly breath out. Again, take a deep breath. And slowly breath out. Once again, take a deep breath. And breathe out. Gently open your eyes. കൈകൾ രണ്ടും കൂട്ടിത്തരുമേ നിങ്ങളുടെ കണ്ണിനെ മീതെ വെച്ച് സാവധാനം കണ്ണ് തുറക്കാം. Thank you. Thank you so much, dears. Welcome back. Thank you, Shema ma'am. Thank you, Nafia. Thank you, Shaniba. Thank you, Safida. And everyone, thank you, Samshida. Thank you, Fahima. Thank you, Rinsha. Thank you, Adila. Thank you, Shipila. Thank you, Femina. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു മോസെ. ഓക്കെ, താങ്ക് യു നിമിഷ. താങ്ക് യു സുര മാം. ഓക്കെ, ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റുമോ മെഡിറ്റേഷൻ? താങ്ക് യു ജുബന. താങ്ക് യു മൈമന മാം. ഫീൽ ചെയ്യാൻ പറ്റുമോ? ഷഫീദ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ, മെഡിറ്റേഷനിൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റി. എന്താ പറയാ, ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇന്ന് ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒന്ന് കരയണം എന്നുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ട. ഇന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോ കരഞ്ഞ് കുറച്ച് സമാധാനം കിട്ടി. താങ്ക് യു. ഓക്കെ, ഷേമ മാം ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാം. നമ്മുടെ സെൽഫ് ഫോർഗീവ്നെസ് പറഞ്ഞപ്പോ ശരിക്കും സങ്കടം വന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ നല്ലൊരു ഹീലിംഗും കിട്ടി എല്ലാം കൊണ്ടും. ഗ്രാറ്റിറ്റ്യൂഡിന്റെ സമയത്ത് അങ്ങേയറ്റം റബ്ബിനോട് എല്ലാ കാര്യത്തിലും ഹംദ് പറയാൻ പറ്റിയിട്ടുണ്ട്. മനസ്സ് വളരെ റിലാക്സ് ആയിട്ടുണ്ട്. നല്ലൊരു ക്ലിയർ ലൈറ്റ് മനസ്സിലേക്ക് വന്നൊരു ഫീൽ ഉണ്ടായി. അൽഹംദുലില്ലാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു 5am ക്ലബിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അല്ലേ? ഇപ്പം 5am ക്ലബിൽ മാത്രമുള്ളവരാരല്ലേ? ഷൈനിമ, നൂർജാൻ മാം, അതുപോലെ മൈമുന മാം, സഫീദ, ഇങ്ങനെ കുറച്ച് പേര്. നിമിഷ അല്ലേ? നിമിഷ, ഓക്കെ. റിൻഷ. എന്താണ് ടോട്ടലി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പുതിയതായിട്ട് വന്ന ആളുകളാണ് നിങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഒരു 5am ക്ലബിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഈ ജേണിലൂടെ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയാണ്? ഷൈനിമ ഒന്ന് പറഞ്ഞേ. മനസ്സിൽ നല്ലൊരു സന്തോഷം, എന്തൊക്കെ ഒരു
ഉഷാൻ മേഷുള്ള പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ മാം ഇങ്ങനെ കടന്നു പോയിട്ട് ഇപ്പൊ കുറച്ച് നാളായി, ഇപ്പൊ ഏകദേശം ഒരു 1 മന്ത് ഒരു കഴിഞ്ഞു അല്ലേ? മാസം ഓക്കെ. അപ്പം എന്ത് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ കാണാൻ വേണ്ടി പറ്റുന്നത്? നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉള്ള പോലെ ഉണ്ട്. ഒരു ചിട്ടയുണ്ടല്ലേ ജീവിതത്തിന്, ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു തുടങ്ങി. Yes. നിമിഷ. ജോലികൾ ചെയ്യാൻ ടൈം നമുക്ക് ഇഷ്ടം പോലെ തോന്നുന്നുണ്ട്. ഉം. പിന്നെ നമുക്ക് ദേഷ്യം വരുന്ന ടൈമിലൊക്കെ നമുക്ക് കൂളാവാൻ മാം പറഞ്ഞ വാക്കുകൾ ആലോചിക്കുമ്പോൾ നമുക്ക് കൂളായിട്ട് അവരോട് ഇതാവാൻ സാധിക്കുന്നുണ്ട്. കുറെ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് വരുമ്പോ മാം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുമ്പോ അതൊക്കെ ക്ലിയർ ആക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ. ഒരു മാസം എത്ര, ഏകദേശം ഒരു മാസം കഴിഞ്ഞ് തോന്നുന്നു നിമിഷ അല്ലേ? ഓക്കെ. മനസ്സിലായി. യെസ്. റിൻഷ. നല്ലൊരു നല്ലൊരു അടിപൊളി ക്ലാസ് ആണ് കിട്ടിയിരിക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. പിന്നെന്താ, കറക്റ്റ് ചിട്ടയോട് കൂടി തന്നെ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആയാലും ഫോർഗിവ്നെസ് ആയാലും അഡ്വാൻസ്ഡ് ആയാലും എല്ലാം ടു ഡു ലിസ്റ്റ് എല്ലാം. പിന്നെ കുറെ മാറ്റങ്ങളുണ്ട്. സെൽഫിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തു. നല്ല നല്ല കുറെ മാറ്റങ്ങളുണ്ട്. ടോട്ടലി 5M ക്ലബ്ബ് ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ സംസാരത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എല്ലാത്തിനെയും ഇപ്പൊ ഒരു പോസിറ്റീവ് മൈൻഡിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നെഗറ്റീവ് വരുന്നേ ഇല്ല എന്ന് പറയാം. രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കുന്ന ശീലമൊക്കെ സെറ്റ് ചെയ്തോ? കറക്റ്റ് അത് ഇതിൽ വന്നിട്ടാണ് അങ്ങനെ കറക്റ്റ് അത് കൊണ്ടുപോകുന്നത്. അതും ഭയങ്കര ഒരു എനർജി ഫീലാണ്. അതെല്ലാവരും ഒന്ന് പറഞ്ഞേ, ആ ഒരു കുളിയുടെ ശീലം നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്റ്റഡ്, ഒറ്റ വാക്കിൽ എന്ത് പറയാൻ പറ്റും? എല്ലാവർക്കും പറയാം. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് ഒരുമിച്ച് പറഞ്ഞോളി. എന്താണ് നിങ്ങൾ രാവിലെ എണീറ്റ് നേരത്തെ കുളിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്താണ് ബെറ്റർ തോന്നുന്നത്? ഒറ്റ വാക്കിൽ പറയാം. അടിപൊളിയാണ് മാം. എനർജി പോസിറ്റീവ് എനർജി. കൂടുതൽ എനർജറ്റിക് ആവുന്നുണ്ട് മാം. പിന്നെ എനർജി ഇരിക്കാൻ പറ്റുന്നുണ്ട് ഉറങ്ങണ വരെ. ഓക്കെ, ഗ്രേറ്റ്. സോ ഇങ്ങനെയുള്ള ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. 5M ക്ലബിലൂടെ പുതിയ 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 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കാൻ നമുക്കും സാധിക്കട്ടെ. ഇനിയും കൂടുതൽ മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CC-യിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. April 10-നാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ CC-യിലേക്ക് വരാം കേട്ടോ. പുതിയ പാർട്സ് ഇതിലുള്ള 5M ക്ലബ്ബ് മാത്രം ഇരിക്കുന്ന ആളുകളോടാണ്. അതിൽ കുറച്ച് പേര് ജോയിൻ ആയവരാണ്. ഷൈനിമയൊക്കെ അടുത്ത ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത ആളാണ് ആബിദ, ഷൈനിമ അവരൊക്കെ. ഇനി നമുക്ക് കുറച്ച് പേരും കൂടെയുള്ള 5M ക്ലബ്ബിൽ മാത്രം ഇരിക്കുന്നവർ. നിങ്ങളുടെ ലൈഫിലൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ അവർ CC. ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇന്ന് മെഡിറ്റേഷനിലൂടെയാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തത്, അഫർമേഷൻ ചെയ്തത്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു, മെഡിറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് ടാസ്ക് ബേസിൽ നമുക്ക് ചെയ്യണം, എഴുതി കുത്തിയിരുന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആ കറക്റ്റ് ടൈമിൽ എല്ലാവരും ജോയിൻ ആവണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 മണിയാകുമ്പോഴേക്കും മെഡിറ്റേഷൻ തീർത്തിട്ട് ടാസ്കിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 5:45 എല്ലാവരും നാളെ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കണം. റെഡി? അന്ന് കഴിഞ്ഞാൽ വേഗം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക കേട്ടോ. പെട്ടെന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങുക. ടു ഡു ലിസ്റ്റ് സെറ്റ് ചെയ്ത് തുടങ്ങുക. അതൊക്കെ നേരത്തെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. ഇനി ബാക്കി കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ്, ഫോർഗീവ്നെസ് ഒക്കെ എഴുതിയിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. എല്ലാം കംപ്ലീറ്റ് ഒക്കെ ടിക്ക് മാർക്ക്, എല്ലാവരും പച്ച ടിക്ക് ഇങ്ങനെ വരണം അല്ലേ? അത് രസമല്ലേ കാണാൻ? അപ്പോൾ ആ മോഡൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അടിപൊളിയായിട്ട് കളറായിട്ട് പോകട്ടെ. Wish you all the best. Have a nice day. See you tomorrow. Thank you, ma'am. Thank you. താങ്ക് യു മാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. you. Thank you so much. Thank you, ma'am.